നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ, ശബരിമല വിവാദത്തിനിടയിലാണ് മുഖ്യമന്ത്രി ഡൽഹിയിലേക്കൊരു യാത്ര ചെയ്തത്. പ്രധാനപ്പെട്ട വ്യക്തികളെ കാണുന്നു. നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു യാത്രയാണ്. നമ്മൾ കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടി. ഇത്രയും സൗഹൃദം സ്ഥാപിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. അമിത്ഷായുടെ അടുത്ത് പോകുന്നു, ചില ഉപഹാരങ്ങൾ സമർപ്പിക്കുന്നു, വ്യത്യസ്തമായിട്ടുള്ള ഉപഹാരങ്ങളാണ്. ആ ഒരു സൗഹൃദത്തിന് ശേഷം തിരികെ വരുന്നു. നമുക്കറിയാം, ഇന്നലെ നടന്ന വലിയൊരു ആക്രമണം ഷാഫിക്ക് നേരെ. ഒരു ശബരിമല വിഷയം അങ്ങ് എങ്ങനെയെങ്കിലും മുക്കണം എന്നുള്ള രീതിയാണ് ഭരണപക്ഷം നടത്തുന്നത്. പല കോലാഹലങ്ങളും നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ട ചില രേഖകൾ. മുഖ്യമന്ത്രിയുടെ മകനെതിരെ ED സമൻസ് അയച്ചത്. ഈ 2 വർഷം ആ സമൻസ് എവിടെ പോയി എന്നൊരു ചോദ്യം. എന്തിനാണ് ഈ സമൻസ് അയച്ചത് എന്ന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നൊരു ചോദ്യം. അങ്ങനെ നിലവിൽ ഊഹാപോഹങ്ങൾ നിൽക്കുകയാണ്. മകൾക്കെതിരെയുള്ള ഒരു നടപടിക്ക് ശേഷം ഇപ്പോൾ മകനെതിരെയും ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നിരിക്കുന്നു. നമ്മളെ ഒന്നാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ കാലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ഒന്ന് പിണറായി വിജയൻ ഓൾ ഇന്ത്യ തലത്തിൽ ഒരു ഫുൾ പേജ് പരസ്യം കൊടുത്തിരുന്നു. അഖിലേന്ത്യാ മാധ്യമങ്ങൾക്ക്, പത്രങ്ങൾക്കെല്ലാം തൻ്റെ മുഖം, തൻ്റെ ഫുൾ ഫിഗർ എന്ന് പറഞ്ഞതുപോലെ കേരളത്തെ അഭിമാന നേട്ടത്തിലെത്തിച്ച ഒരു മുഖ്യമന്ത്രിയുടെ ഖാദി ഇന്ത്യയിൽ മുഴുവൻ പ്രചരിപ്പിക്കുകയായിരുന്നു ആ പരസ്യത്തിൻ്റെ ലക്ഷ്യം. ആ പരസ്യത്തെക്കുറിച്ച് വലിയ ചർച്ചകളൊക്കെ ഉണ്ടാക്കി. അന്ന് സ്റ്റാലിൻ അടക്കം പിണറായി വിജയനെ വാഴ്ത്തുന്നത് നമ്മൾ കേട്ടു. ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് ബദലായി സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു നേതാവ് വളർന്നു വരുന്നു എന്നൊരു പ്രതീതി പരക്കെ സൃഷ്ടിക്കാൻ ഈ പ്രചരണങ്ങൾ കൊണ്ട് കഴിഞ്ഞുവെന്ന് കേരള സർക്കാരൊക്കെ അന്ന് വിശ്വസിച്ചു. CPM വിശ്വസിച്ചു. പിന്നീട് നമ്മൾ പാർട്ടി കോൺഗ്രസിൽ പിണറായി വിജയനെ അവതരിപ്പിക്കുന്ന രീതിയൊക്കെ കണ്ടു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ ഫാസിസ്റ്റ് ശക്തികൾക്ക് ബദലായി ഇടതുപക്ഷ മതേതര മുഖമായി. അതേ പിണറായി വിജയൻ പിന്നീട് 2018-19 ഒടുവിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വിവാദങ്ങളുടെ പെരുങ്കടലിൽ പെടുന്നത് നമ്മൾ കണ്ടു. ഒരു വശത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് വിവാദം, മറുവശത്ത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകൾ. അന്ന് ഉയർന്നു വന്ന സ്വർണ്ണക്കള്ളക്കടത്ത്, അതിനെ തുടർന്ന് വന്ന ലൈഫ് മിഷൻ തട്ടിപ്പ്, ഈ 2 വിഷയങ്ങളിലും അന്ന് മുഖ്യമന്ത്രിയെ പെടുത്താൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വട്ടമിട്ട് പറക്കുന്നു. അന്ന് CPM വലിയ രാജ്ഭവനിലേക്ക് വലിയ ജാഥയൊക്കെ സംഘടിപ്പിച്ചു. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പരസ്യമായി വെല്ലുവിളിക്കുന്നു. ഒരുപാട് വാളുകൾക്കിടയിലൂടെ വളർന്നു വന്ന ചരിത്രമൊക്കെ വിളിച്ചു പറയുന്നു. കേരളം ഏറെ പ്രതീക്ഷയോടെ കൗതുകത്തോടെ നോക്കി നിന്നു ആ കാലഘട്ടം. കാരണം നിസ്സാരക്കാരല്ല. 1 NIA, 2 എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ്, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നമ്മുടെ സെക്രട്ടേറിയറ്റിനും ക്ലിഫ് ഹൗസിനും ചുറ്റും വട്ടമിട്ട് പറക്കുന്നു. ഇതിനിടയിൽ പല അപൂർവ കാഴ്ചകളും നമ്മൾ കണ്ടു. സെക്രട്ടേറിയറ്റിൻ്റെ ഒരു ഭാഗം കത്തുന്നു രാത്രിയിൽ. അങ്ങോട്ടേക്ക് കടക്കാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെ പോലീസ് തടയുന്നു. ക്ലിഫ് ഹൗസിൻ്റെ ഒരു ഭാഗം ഇടിവെട്ടി കരിഞ്ഞു വീഴുന്നു. നിരവധി രേഖകൾ അപ്രത്യക്ഷമാകുന്നു. സെക്രട്ടേറിയറ്റ് റെയ്ഡ് ചെയ്യുന്ന NIA ആ പേടിയിൽ പ്രത്യേക സേനയെ സെക്രട്ടേറിയറ്റിന് ചുറ്റും വിന്യസിക്കുന്നു. ആ കാലഘട്ടം വളരെ സംഘർഷഭരിതമായിരുന്നു. അന്ന് ഇത്ര വലിയൊരു വാർത്ത എങ്ങനെ മൂടി വയ്ക്കപ്പെട്ടു? പിന്നീട് 2021 തെരഞ്ഞെടുപ്പ്, അതിനുശേഷം വീണ്ടും ഇതേ സ്വർണ്ണക്കള്ളക്കടത്ത് വിവാദം ഉയർന്നു വരുന്നു. ഇതേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും NIAയും ഒക്കെ കളത്തിലിറങ്ങുന്നു. 2023 ലൈഫ് മിഷൻ കള്ളപ്പണ ഇടപാടിൽ ശിവശങ്കറെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്ന 3 ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ ഒരു ദിവസം കൊച്ചിയിലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നൽകിയ സമൻസ്. അപ്പോൾ നമ്മൾ ആ പ്രശ്നത്തിൻ്റെ രൂക്ഷഭാവം മനസ്സിലാക്കണം. അതിൻ്റെ ഗൗരവതരമായ ഒരു തലം മനസ്സിലാക്കണം. കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയുടെ മകൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വെറുതെ ഒരു സമൻസ് അയക്കില്ല. അവർക്ക് വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിലേ അവർ ഈ സമൻസ് അയക്കൂ. 2019 തുടങ്ങിയ അന്വേഷണങ്ങളുടെ തുടർച്ചയാണിത്. അപ്പോൾ നിരവധി തെളിവുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ മുന്നിൽ എത്തിയിരിക്കാം. ഒരിക്കൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വെല്ലുവിളിച്ചിട്ടും മുഖ്യമന്ത്രിക്ക് പിന്നാലെ പാഞ്ഞു വരുന്ന ഏജൻസികളെ നമ്മൾ 2022-23 വീണ്ടും കാണുന്നു. നിരവധി തടസ്സവാദങ്ങൾ ഉന്നയിച്ച് ഹൈക്കോടതിയിൽ ചെന്നിട്ടും രക്ഷയില്ല. ആ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകന് ഒരു സമൻസ് ലഭിക്കുന്നത്.
പക്ഷേ ആ പറഞ്ഞ തീയതികളിൽ വിവേക് കിരൺ ചോദ്യം ചെയ്യലിന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരായില്ല. അവിടെ എന്ത് സംഭവിച്ചു? പിന്നീട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് UAE അധികൃതരോട് വിവേക് കിരണിൻ്റെ കൂടുതൽ വിവരങ്ങൾ ആരാഞ്ഞു എന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നു. കഴിഞ്ഞ 2.5 വർഷക്കാലം ആരൊക്കെയോ ചേർന്ന് മൂടിവെക്കപ്പെട്ട ഈ സംഭവം ഇപ്പോൾ മനോരമയാണ് പുറത്തേക്ക് വിട്ടത്. നടുക്കുന്ന വാർത്ത ഒരു കാട്ടുതീ പോലെ കേരളത്തിൽ പരക്കുന്നു. അതിനിടയിൽ നമുക്ക് മുന്നിൽ ചില ദൃശ്യങ്ങളുണ്ട്. എല്ലാവരും പറയുന്ന അമിത്ഷായുടെ മുന്നിൽ പൂച്ചെണ്ടുമായി നിൽക്കുന്ന ഔദ്യോഗിക വസതിയിലേക്ക് കയറി ചെല്ലുന്ന പിണറായിയുടെ ഒരു ദയനീയ ഭാവമാണ്. അതിലപ്പുറം കേരള ഹൗസിലേക്ക് വരുന്ന നിർമ്മല സീതാരാമനെ കണ്ടിരുന്നു. അതിലപ്പുറം പ്രധാനമന്ത്രിയുടെ മുന്നിൽ ഒച്ചാനിച്ച് നിൽക്കുന്ന പിണറായി വിജയനെ കണ്ടിരുന്നു. അപ്പോൾ BJP നേതൃത്വത്തിന് മുന്നിൽ ഒരു വല്ലാത്ത ഭാവത്തിൽ നിൽക്കുന്ന പിണറായി വിജയനെ പലപ്പോഴും നമ്മൾ കണ്ടു. 2023-24 കാലഘട്ടത്തിൽ അന്ന് പ്രധാനമന്ത്രിക്ക് മുന്നിൽ വിനീത വിധേയനായി നിൽക്കുന്ന പിണറായി വിജയൻ്റെ ഒരു ചിത്രം ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളിൽ വലിയ വൈറലായിരുന്നു. മകന് വേണ്ടി പിണറായി വിജയൻ എന്തും ചെയ്തിരിക്കാം എന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നു. ഇവിടെയാണ് കേരളം പിണറായി വിജയൻ്റെ തലയ്ക്ക് മുകളിലേക്ക് ഇടിഞ്ഞു വീഴുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. എല്ലാം ചവിട്ടി ഒതുക്കി എല്ലാ വിവാദങ്ങളും അവസാനിച്ചു എന്ന് പിണറായി കരുതി ആഗോള അയ്യപ്പ സംഗമം നടത്തി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടിവെച്ച് എല്ലാ സമുദായ സംഘടനകളെയും തൻ്റെ മടിയിലിരുത്തി പിണറായി വിജയൻ മുന്നോട്ട് നീങ്ങുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി കേരളം ഇടിഞ്ഞു വീഴുന്നത് പിണറായി വിജയൻ്റെ തലയിലേക്ക്. ആഗോള അയ്യപ്പ സംഗമത്തെ തുടർന്ന് ശബരിമല കൊള്ളയുടെ കഥകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. ആ കൊള്ള ഒതുക്കാനായി കോൺഗ്രസിൻ്റെ KPCC ഉപാധ്യക്ഷനെ വൈസ് പ്രസിഡന്റ് ഷാഫി പറമ്പിലിൻ്റെ മൂക്ക് അടിച്ചു പൊട്ടിക്കുന്ന ക്രൂരത. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ മകനെ രക്ഷപ്പെടുത്താൻ ഒരു അച്ഛൻ നെട്ടോട്ടമൂടിയ കഥ കൂടി പുറത്തേക്ക് വരുന്നത്. ഇതിൽ പരം എന്ത് വീഴ്ചയാണ് ഈ മുഖ്യമന്ത്രിക്ക് സംഭവിക്കേണ്ടത്? അപ്പോൾ അയ്യപ്പൻ വളരെ കണക്ക് കൂട്ടി പിണറായി വിജയന് നേരെ തിരിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ആഗോള അയ്യപ്പ സംഗമം നടത്തി അവിടെ പൂങ്കാവനത്തിൽ പോയി ചൊറിഞ്ഞതോടെയാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം. അത് കഴിഞ്ഞ് അയ്യപ്പനെ തന്നെ കൊള്ളയടിക്കാൻ ശ്രമിച്ച കഥകൾ പുറത്തേക്ക് വന്നു. പിന്നീട് നിരവധി പഴയകാല സംഭവങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ തികച്ചും വെട്ടിലാവുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും BJP നേതൃത്വവുമാണ്. അവർ ഉത്തരം പറയേണ്ടി വരും. എന്തിനാണ് അവർ പിണറായി വിജയനെ സഹായിച്ചത്? എന്തുകൊണ്ട് ഇത്തരമൊരു സമൻസ് കൈമാറിയിട്ട് പിന്നീട് ED നടപടികളുമായി മുന്നോട്ട് പോയില്ല? എങ്ങനെയാണ് ഈ കേസ് വെട്ടിയൊതുക്കിയത്? എന്ത് ഒറ്റാണ് ഇതിന് പിന്നിലുള്ളത്? പാർട്ടി ഒറ്റുകൊടുത്തോ? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് മറ്റാരുമല്ല, കോൺഗ്രസ് നേതാക്കളാണ്. തിരുട്ട് കുടുംബമെന്ന് അബിൻ വർക്കി അഭിസംബോധന ചെയ്ത് പിണറായി വിജയൻ്റെ കുടുംബത്തെ ആക്ഷേപിക്കുന്നു. കാരണം മകനെതിരെ കേസ്, മകൾക്കെതിരെ കേസ്, അപ്പനെതിരെ കേസ്, ലാവ്ലിൻ. പക്ഷേ എത്ര കേസാണ് നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ മാസപ്പടി വിവാദ കേസാണ്, ഈ പറയുന്ന ലൈഫ് മിഷൻ കേസൊക്കെ വരുമ്പോഴും പിണറായിയുടെ കുടുംബത്തിൻ്റെ ഇപ്പുറത്തോട്ട് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ ശിവശങ്കർ ഉൾപ്പെടെയുള്ളവർ ബലിയാടായി ഇങ്ങനെ നിൽക്കുമ്പോഴും മകനോടൊപ്പം തന്നെ ചോദ്യം ചെയ്യേണ്ടുന്ന വ്യക്തിയായിരുന്നു. അതായത് രണ്ടുപേരും ഒരേ സമയം ചോദ്യം ചെയ്യപ്പെടേണ്ടുന്ന വ്യക്തികളും, പക്ഷേ മകൻ അവിടെ രക്ഷപ്പെടുന്നു. തൊട്ടടുത്ത് വരുമ്പോഴേക്കും വലിയൊരു വൻമതിൽ തീർത്തുകൊണ്ട് പിണറായി വലിയൊരു കവചമായി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ശബരിമല ഈ ഒരു സ്വർണ്ണക്കൊള്ള പോലും നേരെ തിരിച്ച് ബൂമറാങ് പോലെ ദേവസ്വം ബോർഡിനും കീഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഇങ്ങോട്ട് മന്ത്രി തലത്തിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തേക്കോ കേസ് വരുന്നില്ല. എന്തിനും മൂടപ്പെടുന്ന ഒരു അദൃശ്യമായ ശക്തി പിണറായിക്ക് മുന്നിൽ ഇപ്പോഴുമുണ്ട്. അതൊരു പക്ഷേ കേന്ദ്ര BJP നേതൃത്വമായിക്കൂടെ? അല്ല, BJPയെ സംബന്ധിച്ച് പിണറായി വിജയനെ ഇഗ്നോർ ചെയ്തിട്ടിരിക്കുകയാണ്. കാരണം കേരളം പോലൊരു ചെറിയ കോണ് അവരുടെ വലിയ കണക്കുകൂട്ടലില്ല. കാര്യം ഇവിടെ രാജീവ് ചന്ദ്രശേഖരൊക്കെ ഇപ്പം ജോലി ചെയ്ത് തുടങ്ങിയെങ്കിലും BJPയെ സംബന്ധിച്ച് കോൺഗ്രസ്സിനൊരു ഇടം കൊടുക്കാതിരിക്കാനുള്ള തന്ത്രങ്ങളാണ് അവർ മുഖ്യമായി ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ഇവിടെ LDF സർക്കാരിനെ തകർത്താൽ ഇവിടെ ചിലപ്പോൾ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തും. പ്രിയങ്ക ഗാന്ധി MP ആയിരിക്കുന്ന സ്ഥലമാണ്, രാഹുൽ ഗാന്ധി തൻ്റെ തട്ടകമാക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ കോൺഗ്രസ്സിനൊരു ഇടം കൊടുത്താൽ അത് അത്ര ഭദ്രമായിരിക്കില്ല എന്ന തോന്നൽ ഒരു പക്ഷേ BJPക്കുണ്ടാകും. മറ്റൊന്ന്, പിണറായി വിജയനെ സംബന്ധിച്ച് വളരെ കൗശലത്തോടെ രാഷ്ട്രീയം കളിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് നമ്മൾക്കറിയാവുന്ന KV തോമസിനെ ഡൽഹിയിൽ അടയിരുത്തിയിരിക്കുന്നത്. BJP നേതാക്കളുമായി വലിയ ബന്ധമുണ്ട്. പിന്നെ ചില പത്രക്കാരെ MP-മാരാക്കി വിട്ടത്. അങ്ങനെ പിണറായി വിജയനെ സംബന്ധിച്ച് കൗശലപൂർവ്വം രാഷ്ട്രീയം കളിക്കാനറിയാം. ഡൽഹിയിൽ പോയി ഒട്ടനവധി ബന്ധങ്ങൾ ഇതിനകം തന്നെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ BJPയുടെ മുഖ്യ ശത്രുവായ കോൺഗ്രസിനെ തളർത്താൻ
BJPക്ക് സഹായം ചെയ്യാമെന്നൊരു വാഗ്ദാനം ഒരുപക്ഷെ കാണും. പക്ഷേ ഇവിടെ അത് CPMന് ഒറ്റുകൊടുത്തിട്ടാണ് എന്ന് പാവം CPM അണികൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. പിണറായി വിജയൻ സ്വന്തം കുടുംബത്തിൽ നിന്നല്ല, അതിപ്പോൾ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ പച്ചയ്ക്ക് തുറന്നടിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ട ഉത്തരവാദിത്വം പിണറായി വിജയൻ ഉണ്ടെന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. കാരണം 2023 വിവേക് കിരണിന് സ്വന്തം മകന് ഇത്തരമൊരു എൻഫോഴ്സ്മെൻറ്റ് സമൻസ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ടത് മൂടി വെച്ചു? എന്തുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അത് മറച്ചു വെച്ചു? ഇത് രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായ ഒരു സമൻസ് എന്ന് എന്തുകൊണ്ട് CPMും മുഖ്യമന്ത്രിയും ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല? വ്യക്തമായ ചോദ്യങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ ഉയരുന്നത്. VD സതീശൻ ഒരു പടി കൂടി കടന്ന് രൂക്ഷമായ ആക്രമണ തലത്തിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചു. മറ്റു ചില ചോദ്യങ്ങൾ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ ജനം ചോദിക്കുന്നുണ്ട്. തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം, കലങ്കസ്വാമിയെ കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഞാൻ ഇന്നിപ്പോൾ കണ്ടു, ഭയങ്കര വൈറലായിരിക്കുന്നു. കലങ്കസ്വാമിയെ രക്ഷപ്പെടുത്തി വിട്ടത് നിങ്ങളല്ലേ എന്നുള്ള. അപ്പം തൃശ്ശൂരിൽ ഈ പറഞ്ഞതുപോലെ ഒരു CJP അനിലക്കരയാണ് ചോദിച്ചിരിക്കുന്നത്. അതെ, അജിത് കുമാർ അടക്കം ADGP അജിത് കുമാർ അടക്കം ഒരു RSS നേതാവിനെ കണ്ടതടക്കം തൃശ്ശൂർ പൂരം കലക്കി എന്ന് സുരേഷ് ഗോപിയെ പറയുമ്പോഴും ശരിക്കുമുള്ള യഥാർത്ഥ പൂരം കലക്കി വെളിച്ചത്ത് വരികയാണോ? അല്ല, VD സതീശനും അനിലക്കരയും ഒക്കെ പറയുന്നത് പോലെ ഇവിടെ ചിലത് ചേർത്ത് വായിക്കണം. ഒന്ന് ADGP അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച. പിന്നീട് നമ്മൾ രസകരമായ ചില കാഴ്ചകളുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരു 4 മാസം മുൻപ് വരെ ഇവിടെ മുഴുവൻ കേന്ദ്ര ഏജൻസികളായിരുന്നു. നമ്മൾ എവിടെ നോക്കിയാലും എന്നും റെയ്ഡുകൾ, കേന്ദ്ര ഏജൻസി. ഇപ്പോൾ പിണറായി വിജയനെ മകളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുള്ളൊരു പൊതുപ്രതീതി സൃഷ്ടിക്കപ്പെട്ടിരുന്നു. ഇലക്ഷൻ ആയതോടെ അതെവിടെ പോയെന്നറിയില്ല. പിന്നീട് ഇലക്ഷൻ കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവരൊക്കെ വന്നു. പക്ഷെ അവരെങ്ങനെ വീണ്ടും അപ്രത്യക്ഷമായി? ആ കേസ് അന്വേഷണം എവിടെ? ലൈഫ് മിഷൻ കള്ളപ്പണ ഇടപാടിൻ്റെ കേസ് അന്വേഷണം എവിടെ? ഇപ്പോൾ ചിലർ ഇപ്പോൾ അനിലക്കര തന്നെ ചോദിച്ചിരിക്കുന്നത്, അന്നൊരു വിദേശ പൗരൻ ഖാലിദിനെ കുറിച്ച് കേട്ടിരുന്നു. ഖാലിദ് ഇന്ന് ജീവിച്ചിട്ടുണ്ടോ, കൊല്ലപ്പെട്ടോ? വലിയ സംശയങ്ങളാണ്. ബഷീർ എന്ന് പറഞ്ഞൊരു പത്രക്കാരനെ അന്ന് കൊല്ലപ്പെടുന്നു. ആ വാഹനമിടിച്ചാണ് മരണമടഞ്ഞത്. പക്ഷെ ഒരുപാട് രേഖകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഒട്ടനവധി ദുരൂഹതകൾ ഇതിനെല്ലാം പിന്നിലുണ്ട്. രേഖകളുള്ളവരെ കൊലപ്പെടുത്തുന്നു, തെളിവുകൾ മൂടപ്പെടുന്നു, കുറ്റവാളികൾ രക്ഷപ്പെടുന്നു. പക്ഷെ ഇതിനൊക്കെ കേന്ദ്ര സംവിധാനം, കേന്ദ്ര ഭരണകൂടം, കേന്ദ്ര ഏജൻസികൾ കൂട്ടുനിൽക്കുന്നത് ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികളെ വേദനിപ്പിക്കുന്നുണ്ട്. അതവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ BJP നേതൃത്വം അത്ര ദുർബലമൊന്നും ആയിരുന്നില്ല, ഇപ്പോഴും ദുർബലമല്ല. പക്ഷെ അവർ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ആർജവത്തോടെ ഒരു പ്രതികരണത്തിന് ഒരുങ്ങുന്നില്ല? എന്തുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്ന് നടന്ന അന്വേഷണത്തെക്കുറിച്ച് അവർ പിന്നാലെ വിടുന്നില്ല? ഇപ്പൊ 2 വർഷമായിട്ട് BJPയിൽ ഒറ്റ നേതാക്കന്മാർ ഈ ഒരു സംഭവം അറിഞ്ഞതേ ഇല്ല എന്നുള്ളൊരു ഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ശബരിമല വിഷയം തന്നെ എടുത്തു കഴിഞ്ഞാൽ ശരിക്കുമുള്ള ഒരു RSS സംഘടന നേതൃത്വം അവരുടെയൊക്കെ പ്രതിഷേധം നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പം അത്രത്തോളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതിഷേധങ്ങളുണ്ട്. പക്ഷെ ഒരു തണുപ്പൻ പ്രതിഷേധം എന്നുള്ള രീതിയിലേക്ക് BJP പോയിരിക്കുന്നു, RSS ഉൾപ്പെടെ. അല്ല, എല്ലാറ്റിനും ഒടുവിൽ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ശബരിമല അയ്യപ്പൻ നേരിട്ടാണ്. കാരണം അയ്യപ്പൻ്റെ ശബരിമല ശാസ്താവിൻ്റെ ശ്രീകോവിലിൽ നിന്നെല്ലാം കൊള്ളയടിച്ചു. അത് അയ്യപ്പൻ തന്നെ വിളിച്ചു പറയേണ്ട ഗതികേടിലെത്തി. ഇതൊക്കെ പുറത്തേക്ക് വന്നു. വടക്കുന്നാഥന്റെ പൂരം കലക്കിയത് ഉൾപ്പെടെ ഇനി പുറത്ത് വരുമോ എന്നുള്ളത് കണ്ടറിയാം. മറുവശത്ത് എത്രയെത്ര ക്രൂരതകളാണ് ഓരോ ദിവസവും കേരളത്തിൽ നടക്കുന്നത്. സമരങ്ങളെ അടിച്ചൊതുക്കാൻ ഇന്നലെ ഷാഫി പറമ്പിലിൻ്റെ മൂക്കടിച്ചു പൊട്ടിക്കുന്നു, അടിച്ചു കൊല്ലാനാണ് ശ്രമിച്ചത്. അപ്പോൾ അത് ആസൂത്രിത നീക്കങ്ങൾ, എന്തും ചെയ്യാമെന്ന ധാർഷ്ട്യം, തുടർഭരണം, അതാണിപ്പോൾ ഈ ഭരണകൂടത്തിന് സമ്മാനിച്ചിരിക്കുന്നത്. ശരിക്കും ഇപ്പം ഞാൻ ഓർക്കുന്നത് സാർ, പൃഥ്വിരാജിൻ്റെ എമ്പുരാൻ സിനിമയാണ്. എന്തൊക്കെ കണക്കുകൂട്ടലിൽ ആ സിനിമ നിർമ്മിച്ചു എന്നൊരു തോന്നൽ എനിക്കിപ്പോൾ ഉണ്ടാകും. ഞാൻ സാർ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എന്തെല്ലാം ഒരു സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള ചില രാഷ്ട്രീയ തന്ത്രങ്ങളാണ് ഇപ്പോൾ ഒരുപക്ഷെ CPM, BJP, UDF ഇതിന് ഇടയ്ക്ക് നടക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിലെ ചില ചരിത്രങ്ങളൊക്കെ വിളിച്ചോതുന്ന ഒരു സിനിമയായിട്ട് ഒരുപക്ഷെ എമ്പുരാനിൽ നമുക്ക് അജണ്ടയുണ്ട്, അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിൽ വളരെ മോശപ്പെട്ട ഒരു അജണ്ട കുത്തി നിറയ്ക്കാൻ അതിൻ്റെ സിനിമയുടെ സൃഷ്ടാക്കൾ ശ്രമിച്ചു. അതിനെ നമുക്ക് രാജ്യദ്രോഹം എന്ന് വിളിക്കാൻ കഴിയും. പക്ഷേ എമ്പുരാൻ എന്ന സിനിമയ്ക്കപ്പുറം രാഷ്ട്രീയമല്ലാത്തൊരു കലയാണ്. അത് വലിയൊരു ഗെയിമായി മാറിയിരിക്കുന്നത്. പണ്ട് അതിനെ നമ്മളൊരു കല എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇന്ന് അതൊരു ഗെയിമാണ്. ആ ഗെയിം നിയന്ത്രിക്കുന്നത് വൻതോക്കുകളാണ്. അതുകൊണ്ടാണല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൂടെ വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ ഗൾഫ് രാജ്യങ്ങളും സന്ദർശിക്കുന്നതിലും ഒരു ഗെയിമുണ്ട്. അതിന് തടയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളിൽ മറ്റൊരു ഗെയിമുണ്ട്. വീണ്ടും പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം അനുമതി ലഭിക്കും എന്ന് പിണറായി വിജയൻ പ്രത്യാശ പ്രകടിപ്പിക്കുന്നതിൽ മറ്റൊരു ഗെയിമുണ്ട്. അപ്പോൾ
വളരെ കൗശലത്തോടെയുള്ള കളികൾ നമുക്ക് ഇനിയും കാണേണ്ടി വരും. പക്ഷേ അതിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ക്രൂരത, ഇതിനിടയിൽ അസ്തമിച്ചു പോകുന്ന ജീവിതങ്ങൾ, എത്രയെത്ര ക്രൂരതയുടെ മുഖമാണ് നമ്മൾ കാണുന്നത്. ഷാർജ സുൽത്താൻ കേരളത്തിലെത്തിയപ്പോൾ അന്ന് അവിടെ സ്വർണവുമായി എത്തിയ മുഖ്യമന്ത്രിയുടെ ഭാര്യയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷ് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. സ്വപ്ന സുരേഷിലൂടെ കടന്നു വന്നൊരു കാലഘട്ടമുണ്ട്. അന്ന് ഒരുപാട് വെളിപ്പെടുത്തലുകൾ, ശിവശങ്കറിൻ്റെ മാത്രമല്ല, അന്ന് ക്ലിഫ് ഹൗസിലെ ഒരുപാട് കാണാപ്പുറങ്ങൾ കേരളം കണ്ട് ഇതൊക്കെ നമുക്ക് മുന്നിൽ എത്തിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒരിക്കൽ ശ്രമിച്ചെങ്കിൽ പിന്നീട് അവർ എന്തുകൊണ്ട് പിന്നോട്ട് പോയി? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കേന്ദ്രത്തിന് എന്ത് താല്പര്യമാണ് പിണറായി വിജയനിലൂടെ ഇവിടെ പൂർത്തിയാക്കാനുള്ളത്? ഈ ചോദ്യങ്ങൾ കൂടുതൽ വരും ദിവസങ്ങളിൽ ശക്തമാകും. തീർച്ചയായിട്ടും സാർ പറഞ്ഞതുപോലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോൾ കല മാത്രമല്ല, ഒരു വലിയൊരു തന്ത്രവും ഗെയിമും ഒക്കെ ആയിട്ട് മാറിയിരിക്കുന്നു. യഥാർത്ഥ രാഷ്ട്രീയക്കാർക്കാണ് ഇത് ഒരുപക്ഷെ ഇതൊക്കെ വേദനാജനകമായിട്ട് തോന്നുന്നത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്, യഥാർത്ഥ കോൺഗ്രസ്സുകാരന്, യഥാർത്ഥ സംഘടനാ പ്രവർത്തകനാണ് ഇതൊക്കെ ഒരു വേദനയായിട്ട് തോന്നുന്നത്. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനം സേവനം എന്നതിനപ്പുറം ഒരു അധികാര പദവിയിലേക്ക് പോകുന്നു. ഏതായാലും തന്ത്രങ്ങൾക്കപ്പുറം, ഗെയിമിനപ്പുറം ഒരു യഥാർത്ഥ രാഷ്ട്രീയ പിറവി ഉണ്ടാവട്ടെ എന്ന് നമുക്കും ആശിക്കാം. നന്ദി, നമസ്കാരം. സാർ.